ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പണിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പണികൾ എടുക്കാണ്ട്. ഇതുപോലെ നമ്മളെ കരിങ്കല്ല് വെച്ചാണ് ചെയ്യേണ്ടത്. പിന്നുള്ളത് കുറച്ച് നമ്മളെ നാച്ചുറൽ കല്ലുമുണ്ട്, അതും എല്ലാം കൂടി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ കുളത്തിൻ്റെ ആദ്യത്തെ രൂപം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ ഈ കുളത്തിൻ്റെ രൂപം. ഞാൻ പോയ ഇന്നത്തെ രൂപം അതാണ്. അങ്ങനെ ഈ കാണുന്ന മൂലയിലാണ് നമുക്കൊരു സ്ലാബ് ആക്കണം. അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണത്, ഈ വെള്ളച്ചാട്ടം ഉണ്ടാകും. അപ്പോൾ അത് ഈ കാണുന്ന ഈ കോർണറിൽ ഈ കോർണറാക്കി സമൂസ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലാബ് ആക്കണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 2 വരി പടവ് പടുക്കണം, കല്ല് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ എകരൊന്നും കെട്ടാനുള്ള സെറ്റപ്പ് അവിടെ ഇല്ലാത്തതുകൊണ്ട് കല്ല് വെച്ച് കല്ലിൻ്റെ മേലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പടുക്കണം. ഇപ്പോൾ അതിനായിട്ട് ഒരു 10-15 കല്ല് പടുക്കാനായിട്ട് എകരം കെട്ടാൻ മുതലാവില്ല. അപ്പോൾ കല്ലിൻ്റെ മേലെ തന്നെ കയറി നിന്ന് പടുക്കണം. സൈഡിലായതുകൊണ്ട് നിൽക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്. പിന്നെ കല്ല് വെച്ച് അത് 2 വരിയും പടുത്തെല്ലാം സെറ്റാക്കി അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ സ്ലാബ് ആക്കുന്നത്. അപ്പോൾ ആക്കാൻ നിൽക്കുന്ന ടൈമിൽ അവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പറമ്പിലോട്ട് ഒരു ഫാമിലി മയിൽ അതിൽ പറമ്പിലൂടെ നടക്കുന്നുണ്ട്. അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളിവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. പൊന്നാനിയാണിത് സ്ഥലം. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന ടൈമിലാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ മയിലിനെ കണ്ടപ്പോൾ അതൊന്ന് ക്യാമറയിൽ കാണിച്ചു എന്നുള്ളൂ. അങ്ങനെ നമ്മളിനി പണിയിലോട്ട് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പണിയിൽ തുടങ്ങി. കമ്പി വെച്ചിട്ടാണ് അതിൻ്റെ മേലെ ഫ്ലൈവുഡ് വെച്ചിട്ട്, മൾട്ടിവുഡാണ്, ഫ്ലൈവുഡല്ല മൾട്ടിവുഡ് വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് കമ്പി വെച്ചിട്ട് സൈഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അപ്പോൾ കോൺക്രീറ്റ് കൂട്ടി തുടങ്ങി. ഇപ്പോൾ കോൺക്രീറ്റ് കൂട്ടിയതാ. ഇവിടെ ഒന്നും കോൺക്രീറ്റ് കൂട്ടാനുള്ള സെറ്റപ്പിൽ മഴ ചെയ്തിട്ട് ഫുള്ള് ചളിയും വെള്ളമാണ്. അപ്പോൾ ആ വീടിൻ്റെ മുൻഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് കണ്ടാൽ നമ്മളതിൽ അർബാനിയിൽ എടുത്തിട്ടാണ് വരുന്നത്. അർബാനിയിൽ എടുത്ത് വന്നിട്ട് ഓരോ ചട്ടിക്ക് തരാണ്, അല്ലാതെ ഒരു മാർഗ്ഗമില്ല ഇവിടെ. അപ്പോൾ അത്യാവശ്യം 4 ഇഞ്ചിൻ്റെ കനം വെച്ചിട്ടുണ്ട് സ്ലാബ്. കാരണം നമ്മൾ മുക്കൂടാണ് വെക്കുന്നുണ്ട്. കാരണം സമൂസ ആകതിയില്ലായതുകൊണ്ട് 2 സൈഡിലും പുറത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അതാണ് നമ്മളെ പരിപാടി. അങ്ങനെ നമ്മളെ സ്ലാബൊക്കെ വാർത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അതിൻ്റെ മേലെ കരിങ്കല്ലൊക്കെ വെച്ച് നല്ല സെറ്റാകാൻ വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്ലാബ് വാർത്തിട്ടിട്ട് 2 ദിവസം നിർത്തും, 2 ദിവസം 3 ദിവസം നിർത്തും. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ വെക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഴ എല്ലാം പെയ്യും. ആ കോൺക്രീറ്റ് വെച്ചിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അത് ആ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഫില്ലാക്കി ഇട്ട് കൊടുക്കും, ഒന്ന് പൊന്തിച്ച് ചേരിച്ചിട്ട് കൊടുക്കും. ആ സ്ലാബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇല്ല 2-3 ദിവസം കഴിഞ്ഞ് പൊളിച്ച് ഈ കരിങ്കല്ലിട്ടാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പണി തുടങ്ങാറുള്ളത്. അപ്പോൾ കരിങ്കല്ലും ആ ഫണ്ട് നമ്മൾ എടുത്തിട്ട് വേണം. അങ്ങനെ ഏകദേശം ബാക്കിങ്ങൾ ഫില്ലാക്കി നടക്കുകയാണ് കരിങ്കല്ലായിട്ട്. ഈ സ്ലാബിലാണ് നമ്മൾ കരിങ്കല്ല് വെച്ച് മലയുടെ ഷേപ്പാക്കാനുള്ളത്. അപ്പോൾ കല്ല് നമ്മൾ എടുത്തുകൊണ്ട് നല്ല ഷേപ്പുള്ള കല്ലുകൾ ഫണ്ടിക്ക് വെക്കും. പൊളിഞ്ഞ കല്ലുകൾ എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്യും. അത് കാണാൻ ഒരു ഷേപ്പുള്ള കല്ലുകൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ രൂപത്തിൽ നമ്മൾ നല്ല സെറ്റാക്കിയിട്ട് വെക്കും, നല്ല ഒരു ഷേപ്പിൽ. ഈ കല്ലുകളാണ് നമുക്ക് ആകെ നാച്ചുറൽ കല്ലുകളുള്ളത്. അത് അവർ വീട്ടുകാർ കൊടുക്കുന്നതാണ്, ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലായിട്ടാണ് ഇനി പണിയെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് എല്ലാം ബാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ചെയ്യണേ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ അടച്ചു കൊണ്ട് നിൽക്കുകയാണ് സിമെൻറ്റായിട്ട്. അത് എല്ലാ ഗ്യാപ്പും ഫില്ലാക്കി അടക്കും. എന്നാലും നമ്മൾ വിചാരിച്ച മാതിരിക്ക് വെള്ളം താഴോട്ട് ഇറങ്ങാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കൂടെ തന്നെ വെള്ളം പോകുന്ന രീതിയിലാക്കണം. അപ്പോൾ അടവൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ബ്രഷേറ്റ് ഒന്ന് വലിച്ചു കൊടുക്കും. ബ്രഷേറ്റ് വലിച്ചാൽ നമ്മളെ കറക്റ്റ് ഗ്യാപ്പുകളൊക്കെ അടഞ്ഞിട്ട് അതായത് ഒരു റഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുളപ്പുര വരുന്നുണ്ട്, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ മറ്റന്നാളായിട്ട് കുളപ്പുരൻ്റെ പരിപാടി തുടങ്ങും. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കുളമാണത്. അങ്ങനെ ഞങ്ങൾ വെള്ളം ചാടിച്ചിട്ട് നോക്കി. നമ്മൾ വിചാരിച്ച സ്ഥലത്തിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം ചാടിച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച മാതിരി വെള്ളം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ വെള്ളം കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ആ പഴയ കല്ലല്ല നമ്മളെ നാച്ചുറൽ കല്ല് കൊണ്ട് നമുക്ക് സെറ്റാണ്. അപ്പോൾ അതിലുള്ള കച്ചകളൊക്കെ അടിച്ച് ഒഴിവാക്കണം. കാരണം അതിൽ കുറച്ച് വെള്ളം വരുന്ന ടൈമിൽ കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിമെൻറ്റിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്, മണൽത്തരി. അപ്പോൾ അതൊക്കെ ചൂലിട്ട് അടിച്ച് ക്ലിയറാക്കി കഴിഞ്ഞാൽ
നമുക്ക് നമ്മളെ ഈ കല്ല് വെക്കാൻ തുടങ്ങും, നമ്മളെ നാച്ചുറൽ കല്ല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു മരക്കുറ്റി റെഡി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മഴയാണ്, മഴ ആയതുകൊണ്ട് ഒരു ദാർപ്പായി വാങ്ങി കെട്ടി, അല്ലാതെ ഒരു നിവൃത്തി, നല്ല മഴ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒളിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാർപ്പായി വാങ്ങി കെട്ടിയതാണ്. അപ്പം മാസ്റ്റർ പീസായ മരം നമ്മൾ ഏത് മലമേലും ഉണ്ടാക്കും. അതിന് നമ്മൾ ഒന്നുമില്ല, ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് മരത്തിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടില്ല, അതാ കുറച്ച് ഫിനിഷ് വർക്ക് കൂടി ഉണ്ട്. പിന്നെ നല്ല ചൂടുണ്ട്, ദാർപ്പായിട്ടതുകൊണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് ദാർപ്പായിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചൂട് ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ ആ മരത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു മരം കൂടി വെക്കുന്നുണ്ട് ഈ കാണുന്ന ഭാഗത്ത്. അങ്ങനെ നമ്മൾ മറ്റേ കല്ലുകളൊക്കെ നാച്ചുറൽ കല്ലുകളൊക്കെ വെച്ച് നമ്മൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മൾ ഒരു മരൻ്റെ ഷേപ്പിലോട്ടാക്കി. അപ്പോൾ തന്നെ നമ്മളതിൻ്റെ കൂടെ കളറിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. മലമിലും ഈ മരത്തിലൊക്കെ നമ്മൾ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറി കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആരുമില്ല, കളറിങ് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതാ നമ്മൾ കളറ് കൊടുത്ത് അവിടെ താഴത്തൊരു മുളക്കുറ്റീൻ്റെ ചെറിയ വെട്ടിപാടുമാർക്ക് ഒരു ചെറുതായിട്ട് ഉണ്ടാക്കി. നമ്മൾ ഏകദേശം ഈ കളറിലേട്ടാക്കിയത് ഒരു വെറൈറ്റി കിടക്കട്ടെ, പഴയ കാലത്തെ മരത്തിൻ്റെ ഷേപ്പിലേട്ടാക്കി. അപ്പോൾ അത് നമുക്ക് അടുത്ത് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ ബാക്കി വെള്ളത്തിലായതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് രൂപം കിട്ടണമെങ്കിൽ അത്യാവശ്യം ലോങ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അത് വെള്ളം ചാടിക്കൽ തുടങ്ങി. ഇനി ഇതിന്മേൽ കുറച്ചും കൂടി പണികളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ വെക്കാണ്ട്, ആ ചെടികൾ വെക്കുന്ന വീഡിയോ നമുക്ക് എടുത്തിട്ടില്ല, എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കണതാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതോടുകൂടി നമ്മളെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു.